ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഗൈഡൻസാണ്. നിങ്ങൾ ആവാനുള്ള സാധ്യതകളാണ് ഈ പറയുന്നത്. ടാരോ എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് വേണം ജീവിക്കാനെന്നുള്ളതാണ്. നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ആകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്. അപ്പോൾ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ ആരാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താകും, നിങ്ങളിപ്പോൾ എന്താണ്, നിങ്ങൾ ആരാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് ആകാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടതാണ്, അത് എനർജി എങ്ങനെയാണ് ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴാണല്ലോ വീഡിയോ കാണുന്നത്, അതുകൊണ്ടാണ് ഇത് ടൈംലെസ് ആണെന്ന് പറയുന്നത്. ഞാൻ എപ്പോൾ ഈ വീഡിയോ എടുക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങളുടെ മുന്നിൽ എപ്പോൾ ഈ വീഡിയോ വരുന്നോ ആ സമയം മുതലാണ് നിങ്ങൾക്കത് റെസണേറ്റ് ആയി വരുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഒരു 1 മന്ത് മുന്നേ എടുത്തതുമായിരിക്കാം. അതുകൊണ്ടാണ് ഇത് ടൈംലെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയം മാത്രം, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. കാരണം എല്ലാം എനർജിയാണല്ലോ, അതൊരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഹു ആർ യു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നോക്കാം. Six of Swords, Queen of Swords, Eight of Pentacles, Page of Cups, Three of Wands, Wheel of Fortune, Death. അടുത്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താകാൻ പോകുന്നു. പേജ് ഓഫ് പെന്റക്കിൾസ്, വേൾഡ്, Knight of Cups, Ace of Cups, Nine of Swords, Seven of Cups, Ten of Pentacles ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പം 6 of Swordsൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസിൽ നിന്നും ശാന്തമായ ഒരിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ആണെന്നാണ് കാണുന്നത്. അതാണ് 6 of Swords, ഒരു ശാന്തമായ ഒരിടത്തേക്ക് പോകാനുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ വേ ആണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങൾ മാറ്റി വിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം ആൾക്കാർ അത് തന്നെയാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ കുറച്ചധികം ആൾക്കാർ സാമ്പത്തികമായി
ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം കടബാധ്യതകളിൽ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ പൈസ നഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് വേറൊരു ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. പിന്നെ നോക്കട്ടെ, 2 ഫണ്ട്സ് ആണ് ഇതിൽ. സെയിം ആണ്, വീണ്ടും വന്നിട്ടുണ്ട് 3 ഓഫ് ഫണ്ട്സ്. കാരണം നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കൂടുതൽ ആൾക്കാരും ഇതൊരു വിദേശ യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. മുന്നിൽ വഴികളൊന്നും തെളിയാതെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ചധികം ആൾക്കാരുടെ എനർജി അതാണ്. പിന്നെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഒരു ഡയറക്ഷൻ മാറ്റേണ്ട ഒരു അങ്ങനെ മാറ്റണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളതങ്ങനെ ആകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷൻ മാറ്റണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ കുറേയധികം സ്ട്രഗിൾ ചെയ്തു. ഇപ്പം നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലാണ്. ആ ഒരു നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതും നിങ്ങൾ എഫേർട്ട് എടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫലം കാണാതെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ തന്നെ ഒരു ഫലമില്ല എന്ന് കാണുന്നുണ്ട്. ആ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയം. ഒരു പ്രണയം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് കാണുന്നുണ്ട്. പാസ്റ്റിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റിൽ ആ ഒരു കാര്യം നിങ്ങളിൽ ഇല്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആൾ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രണയം തിരിച്ചു വരാൻ, ആ ഒരു മൊമെൻറ്റ്സ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി. ഇതിൽ 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വീണ്ടും വന്നിട്ടുള്ള ട്രാവലാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, ഒന്നുകിൽ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് 6 ഓഫ് സോഡ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വീട് വിൽക്കാൻ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാധ്യതകളുണ്ട് എങ്കിൽ ആ ഒരു വീടോ സ്ഥലമോ ഒക്കെ വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ. ചിലപ്പോൾ അത് വേറെ രാജ്യത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാലം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, തീരുമാനം എടുക്കാൻ പറ്റാതെ. നിങ്ങൾ ചിലപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും കൺട്രിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കുറച്ചധികം സമയം നിങ്ങൾ അതിനെടുക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് സമയമായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇത് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ, അത് ഇത് സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എടുത്ത് നോക്കാം. ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇത് നമ്മൾ ക്ലാരിറ്റിക്ക് കിട്ടുന്നതും എല്ലാം സെയിം വന്നിട്ടുള്ള അതേ കാർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു ഒരു ക്ലിയർ വിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു
ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അടുത്ത് വന്നത്. ഇതൊരു ട്രാവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ സമയം അനുകൂലമാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ കൂടുതലും ട്രാവൽ സംബന്ധമായൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ട് വേറെ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ ആക്കി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടുണ്ടായിരിക്കാം. ഇതൊരു നോക്കട്ടെ അതെന്താണെന്ന്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതാണ്. ഇത് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം അവർ ഹോൾഡ് ചെയ്തിരുന്ന കാര്യം, ഇതില്ലാതെ സന്തോഷിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന കാര്യം, ആ ഒരു കാര്യം വിട്ട് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കതൊന്ന് മാറിപ്പോകാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഉള്ളത് ഇതിനകത്ത്. അപ്പോൾ ആ ഓർമ്മകളിലാണ് അതൊരു വലിയ സന്തോഷമായിട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഇതിന്നൊരു ഈ ഓർമ്മകളിൽ നിന്നും മാറിപ്പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും അത് പരാജയപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ട്. ഇത് കുറേ കാലം കൊണ്ട് വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഇത് വിട്ടിട്ട് പോകണം. പക്ഷേ ആ വിട്ടിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ് അടുത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. പിന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. കുറേ കാര്യങ്ങൾ എൻ്റെ ആക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് അത് മതിയാക്കാൻ പറ്റുന്നില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് 3 of Cups ആണ്. ഇതിൽ കുറച്ച് ആൾക്കാരിൽ നിന്നും നിങ്ങൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കുറച്ച് ആൾക്കാരിൽ നിന്നും നിങ്ങൾ മാറിപ്പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതിൽ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്കത് എൻഡ് ആക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷങ്ങളിൽ ഒന്നായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നോക്കട്ടെ ഒന്നുകൂടി നമുക്ക് ഇതാക്കാം. 4 of Coins ആണ്. ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം എൻ്റെ ആക്കേണ്ട ഒരു കാര്യം വീണ്ടും അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ പോലും നമുക്കതൊന്ന് വിട്ട് കളയാൻ പറ്റാതെ വീണ്ടും വീണ്ടും അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 10 of Pentaclesൻ്റെ എനർജിയാണ്. ഇതാണ് ഒരു ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സമൃദ്ധിയുള്ള ഒരു ജീവിതം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുമൊത്ത് ഒരു സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതമാണ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് 10 of Pentacles പറയുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, 8 of Swordsൻ്റെ അവസ്ഥയിലാണുള്ളത്. അതിന്ന് ഫ്രീ ആകാൻ, കാരണം കൈയും കാലും ഒക്കെ ബന്ധിച്ച് കണ്ണും കെട്ടി ആ ഒരു അവസ്ഥയിൽ തന്നെ, ഒരു ട്രാപ്പിലായി പോയ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിന്ന് ഒരു എൻഡ് ആക്കി ഒരു റീബർത്ത് എടുത്ത് പുറത്ത് കിടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. ഇനി ഫ്യൂച്ചറിൽ എന്താകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വന്നത് ഒരു പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അത് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ, അത് കൂടുതലും പൈസ സംബന്ധമായൊരു കാര്യമാണ്. ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെയുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. പിന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു
ട്രാവൽ കാർഡാണ്, ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചു അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വേറൊരു രാജ്യത്തേക്കാണ് പോകേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറിപ്പോകണമെന്ന് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതും ഫുൾഫിൽ ആകുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്തായാലും. നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്, എനിക്ക് അങ്ങനെ പറ്റുമോ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല. പക്ഷേ അത് നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. അതിന് സംശയമൊന്നുമില്ല. നമുക്കത് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന്. 8 of coins ആണ്. ഇതിൽ വീണ്ടും 8 of pentacles വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ വേറെ എടുക്കുന്നിടത്ത് എല്ലാ കാർഡും ക്ലാരിറ്റി എടുക്കാൻ സെയിം കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇത് ആക്യുറേറ്റ് ആയിട്ട് ഇരിക്കാനാണ് സാധ്യത. ഇതിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടമാണ്. കാരണം ഇതിൽ ഉത്തരവാദിത്വങ്ങൾ ഒരുപാടുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിഞ്ഞും കൂടാ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ ആരും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ ഭാരമെല്ലാം ചുമക്കേണ്ട ഒരു അവസ്ഥയുള്ള കുറച്ചധികം ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരികയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര ചെയ്യാനുള്ളൊരു അവസ്ഥ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ജോലി കിട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ മാറാനുള്ളൊരവസ്ഥയോ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം എത്തുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു പ്രണയത്തെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുന്നത് ഇതിൽ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രണയം, നിങ്ങളുടെ പാസ്റ്റിലെ ഒരു പ്രണയമായിരിക്കാം, അത് വീണ്ടും തിരിച്ചു വരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരുന്നു എന്നാണ്. നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന ഒരാൾ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായി നിങ്ങൾ കരുതുന്ന ഒരാൾ, നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സ്ഥലത്ത് അവർ നിങ്ങളെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളായിരിക്കും അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളിത് എൻ്റെ ആക്കുമായിരിക്കാം. അതാണ് ഡെത്ത് വന്നത്. കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ആക്കി അതിനെ ഒന്ന് സ്റ്റോപ്പാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോവുമായിരിക്കാം. ആ പോകുന്ന സമയം അവർ നിങ്ങളെ കാത്തിരിക്കും എന്നാണ്. അതിന് ഏത് സിറ്റുവേഷനിലായാലും അവർ നിങ്ങളെ കാത്തിരിക്കുക തന്നെ ചെയ്ത് നോക്കാതെ. എന്താണ് പ്രിൻസസ് ഓഫ് വാൻസ് ആണ്. ഒരു ഓഫറുമായിട്ട് അവർ നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും, ഒരു വിവാഹത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ അവർ ശരിക്കും എസ്കേപ്പ് ആവുകയും പോവുമായിരിക്കാം. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും തരാതെ ഒരു പിടിയും തരാതെ ഇരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശരിക്കും ഒരു വളരെ വളരെ പ്രണയത്തോടെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ പ്രണയം ആവശ്യമില്ലാതെ വരും. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങൾ സെൽഫ് ലവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്ന സമയം നിങ്ങൾക്ക് മറ്റാരും വേണ്ട എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും. നോക്കാം അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതൊരു എൻഡിങ് ആണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്, ഒരു പെയിൻഫുൾ എൻഡിങ്സ് ആണ്. നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വേറൊരു വ്യക്തി. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റണില്ല. ഇതിൽ ചില ആൾക്കാർക്ക് ഇതൊരു
നിങ്ങൾ വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾക്ക് ഇത് എൻ്റെ ആക്കണം എന്നുണ്ട്. ചിലപ്പോൾ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ആക്കാൻ പറ്റാതിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വേറൊരു ഒരു ജോബ് ഇല്ലാതെ കിട്ടാതെ ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് അവിടെ തന്നെ തുടരുന്നതായിരിക്കാം. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കാരണം മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മൂല്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് എൻ്റെ ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും പെട്ടെന്നൊന്നും എൻ്റെ ആക്കാൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഉണ്ടാക്കി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി. നിങ്ങൾക്ക് പുതിയൊരു ഒരു ഓഫർ കിട്ടുന്നു, ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഹാപ്പിയാണ് എന്നാണ് കാണുന്നത്. ഇതും 9 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ആൾറെഡി ഇവിടെ നമുക്ക് ക്ലാരിറ്റി എടുക്കാൻ ഒരു 9 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കാർഡ്സും തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരോ വരാൻ വേണ്ടിയിട്ട് വളരെ വളരെ ആഗ്രഹത്തിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾ കാത്തിരുന്നത് അവർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഓഫറുമായിട്ട് അവരിയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അവർ ചിലപ്പോൾ കാത്തിരുന്ന് ക്ഷമ നശിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ അവരെ കാത്തിരുന്നത് പോലെ അവർ ഇതിലൊരു വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ വരുമോ ഇല്ലയോ എന്നറിയാതെ കാത്തിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിലവർക്ക് ഒരുപാട് വേദനയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള 9 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ആകുമെന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് വാൺസ്. ഇതിൽ നിങ്ങൾ എൻ്റെ ആക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച ഒരു കാര്യം, അതിൽ കുറച്ച് പെയിൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും നിങ്ങൾ എൻ്റെ ആക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടല്ല ഒരു കാര്യം എൻ്റെ ആക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതൊരു പ്രണയമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾ എൻ്റെ ആക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്ന സമയം നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ആയിരിക്കും. കുറേ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കാം, പക്ഷെ നിങ്ങളത് എൻഡാക്കും എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എങ്കിലും നിങ്ങളത് എൻഡാക്കി കളയുന്നു എന്നുള്ളതാണ്. നിങ്ങളത് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കോഡായിരിക്കും നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു എനർജി കോഡുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് പെയിൻ ഉണ്ട്, നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിലും നിങ്ങളത് കോഡ് കട്ടിങ് നടത്തുന്നുണ്ടായിരിക്കാം ഈ സമയം. കാരണം ഫ്യൂച്ചറിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേദനയുണ്ട്. നിങ്ങൾക്കത് മറന്നു കളയാനും വിട്ടുകളയാനും ഒക്കെ വേദന ഉണ്ടെങ്കിലും നിങ്ങളത് കോഡ് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിപ്പോൾ തന്നെ ഈ കോഡ് കട്ടിങ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കാം. അടുത്ത ജന്മങ്ങളിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരു കാർമിക ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിനെ എൻ്റെ ലൈഫിൽ തുടരണ്ട എന്ന് മനസ്സിലാക്കി നിങ്ങൾ കോഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അതൊരു പെയിൻ വരുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങളത് ചെയ്ത് മാറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ കുറേ അധികം ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്കിത് വേണ്ടാന്ന് വെക്കും. കുറേ അധികം ആൾക്കാർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കും. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം ആ വ്യക്തി ഇല്ലാതെ പറ്റൂല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കും, ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു ബന്ധം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്നെ അതിന് മുൻകൈ എടുത്തത് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫ്യൂച്ചറിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറേ ചോയ്സസ് വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കൊന്ന് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന്. വീണ്ടും ഏസ് ഓഫ് കോയിൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ്
ഇത് തന്നെ പേജ് ഓഫ് കോയിൻസ് ആണത്. ഇതെല്ലാം വീണ്ടും വീണ്ടും വന്നിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഓഫറായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നും. ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം കിട്ടുകയോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ. അല്ലാതെ ചാടി കയറി പെട്ടെന്നൊരു തീരുമാനം അതിലെടുക്കാതിരിക്കുക. ഒരുപാട് ചോയ്സസ് ഉണ്ടാകും. ഇത് വീണ്ടും മാറാനുള്ള, ചിലപ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്, ഒരു പുതിയൊരു ഓഫർ വന്നു, നിങ്ങൾ ആ പുതിയൊരു ഓഫറിൽ നിങ്ങൾ ചിലപ്പോൾ അതിൽ കയറിയെങ്കിലും പിന്നെ വീണ്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൽ ക്ലാരിറ്റി എടുത്തപ്പോൾ സ്ട്രെങ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വരുമായിരിക്കാം, പക്ഷെ അത് സ്ട്രെങ്ത് ആകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതിനെ കുറിച്ച് വന്നാലും അഥവാ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് മാജീഷ്യനാണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങളുടെ മാജിക്കൽ പവറൊക്കെ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഫ്യൂച്ചർ. ഇപ്പം തന്നെ കുറച്ച് ആൾക്കാർക്ക് അത് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വരും. അതാണ് സ്ട്രെങ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ബോധ്യം വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ, ഇപ്പോൾ ഈ ഒരു കാർഡ്സ് എല്ലാം പ്രസന്റ് സിറ്റുവേഷനിൽ കുറേയധികം കാര്യങ്ങൾ കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. ആ കൺഫ്യൂഷനൊക്കെ മാറി സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കഴിവുണ്ടായിരിക്കും. അത് ആ മജീഷ്യൻ്റെ ഒരു പവറാണ്. അപ്പോൾ നിങ്ങളുടെ പവറിൽ വിശ്വസിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളും ഫ്യൂച്ചറിലെ നിങ്ങളും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നല്ലൊരു ലൈഫ് എല്ലാവർക്കും കിട്ടട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.